ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന iPhone 13 മിനിയെ കുറിച്ചാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ടാണ് ശ്രമിക്കുക. സോ ഈ ഒരു ഫോൺ ഈ വർഷം എടുക്കണോ വേണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. സോ വീഡിയോയിട്ട് പോകുമ്പോൾ ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ചാനലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോ എടുക്കാം. ഈ ഒരു ഫോണിൻ്റെ ബിൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ക്യൂട്ടായിട്ടൊരു ഫോൺ നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിന് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെയാണ് നോർമലി എല്ലാ ഐഫോൺസിലും വരുന്ന പോലെ തന്നെ. 141 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമല്ല. നല്ല കംഫർട്ടാണ് ഈ ഒരു ഫോൺ നമുക്ക് കൈ പിടിക്കുമ്പോൾ. അത് തന്നെയാണ് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു 13 മിനിയിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ക്യാമറ മൊഡ്യൂൾ കുറച്ചുകൂടെയും ഒരു വലുതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. കാരണം ക്യാമറയുടെ സെൻസേഴ്സിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ ക്യാമറയുടെ ആ ഒരു ബമ്പിങ് 12 മിനി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലാർജറായിട്ട് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ IP67 ഡസ്റ്റ് വാട്ടർ പ്രൂഫ് റേറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബിൽഡ് വൈസ് നോക്കുവാണെങ്കിൽ നോർമലി നമ്മൾ ഐഫോൺസിൽ കണ്ടുവരുന്ന അതേ സെയിം ബിൽഡ് അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു വിട്ടുവീഴ്ചയൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. സോ പെർഫെക്റ്റ് ബിൽറ്റ് ആൻഡ് ഡിസൈൻ തന്നെ ഈ ഒരു ഫോണിനും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. 5.4 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം മിനി വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചെറിയ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ പെർഫോമൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ പെർഫോമൻസ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. അതിപ്പോൾ എസ്പെഷ്യലി ഒരു മീഡിയ കൺസപ്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഗെയിമിംഗ് ആണെങ്കിലും നല്ല രീതിക്കുള്ള ഡിസ്പ്ലേ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു നമുക്കറിയാം ഐഫോൺസിൻ്റെ ഡിസ്പ്ലേ ഉള്ള ആ ഒരു സ്മൂത്ത് ഫീൽ അതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഡിസ്പ്ലേ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ പെർഫോമൻസ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് iPhone 13 അങ്ങനത്തെ ഡിസ്പ്ലേ പെർഫോമൻസ് കിട്ടുന്നുണ്ടോ ആ ഒരു സെയിം പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഗെയിമിംഗ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ മൂവീസ് അല്ലെങ്കിൽ OTTയിൽ ഏതെങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പോലുള്ള OTT പ്ലാറ്റ്ഫോംസിൽ ഏതെങ്കിലും ഒരു വീഡിയോ സ്ട്രീം ചെയ്യുകയാണെങ്കിലും ഈസിലി നിങ്ങൾക്ക് 1080 കണ്ടൻസ് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും. വൈഡ് വെൻ എൽവൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലുണ്ട്. സോ അവിടെ ഒന്നും ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പെർഫെക്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂന്ന് ഓക്കെയാണ് iPhone 13 മിനി. ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 13 അതേ ക്യാമറ മൊഡ്യൂൾ അതുപോലെ തന്നെ ക്യാമറാസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൻസറും അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് സെൻസറുമാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് HDR10 അതുപോലെ തന്നെ ഡോൾബി വിഷൻ ഈ ഒരു സപ്പോർട്ടും ക്യാമറയിൽ വരുന്നുണ്ട്. 4K 60 FPS ആണ് മാക്സിമം റിയർ ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1080 240 FPS ഈസിലി നിങ്ങൾക്ക് സ്ലോമോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെൽഫി ക്യാമറയായിട്ട് വരുവാണെങ്കിൽ 12 മെഗാ പിക്സലിനെയാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. അവിടെയും 4K 60 FPS ആണ് മാക്സിമം വീഡിയോ സപ്പോർട്ട് വരുന്നത്. 1080 120 FPS ആണ് വീഡിയോ സപ്പോർട്ട് സെൽഫി ക്യാമറയിൽ വരുന്നത്. അവിടെ നമുക്ക് ഉള്ളത് EISൻ്റെ സപ്പോർട്ടാണ്. OSും കാര്യങ്ങളൊന്നും ഫ്രണ്ട് ക്യാമറയിൽ കൊടുത്തിട്ടില്ല. എന്നാലും നല്ലൊരു സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഇനി ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ്. ആ ഒരു 13 മിനി ആയതുകൊണ്ട് ക്യാമറ പെർഫോമൻസ് ഒക്കെ ഷോക്കാണെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് 13 എങ്ങനെയാണോ ക്യാമറ പെർഫോമൻസ് കിട്ടുന്നത് അതേ സെയിം ക്വാളിറ്റി ഇമേജസും വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അതൊരു 13 മിനി വേരിയൻ്റ് അല്ലെങ്കിൽ മിനി വേരിയൻ്റ് ആണെന്ന് വെച്ച് ക്യാമറയിലൊന്നും ഒരിക്കലും വിട്ടുവീഴ്ച ആപ്പിൾ ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ ബെറ്റർ ക്യാമറ പെർഫോമൻസ് ആണ്. ക്യാമറ ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിലും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നല്ലൊരു ഡിവൈസാണ്, നല്ലൊരു ഓപ്ഷനാണ് iPhone 13 മിനി എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് താജസ് കമൻറ്റ്. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുവാണെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ A15 ബയോണിക് ചിപ്പാണ് ഈ ഒരു ഫോൺ നൽകിയിട്ടുള്ളത്. ഗെയിമിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹൈ എൻഡ് ഗെയിംസ് വേണമെങ്കിലും ഈ ഒരു ഫോണിൽ ഈസിലി കളിക്കാനായിട്ട് പറ്റും. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു സ്ക്രീൻ സൈസാണ്. ഗെൻഷിൻ ഇമ്പാക്റ്റ് പോലുള്ള ഗെയിമൊക്കെ നിങ്ങൾക്ക് ഒരു 60 to 90 FPS വരെ സപ്പോർട്ടിൽ ഈ ഒരു ഫോണിൽ കളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ PUBG, PES, ഫ്രീ ഫയർ ഏത് ഗെയിമായാലും ഈസിലി ഈ ഒരു ഫോണിൽ റൺ ആയിക്കോളും. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പെർഫെക്റ്റ് ഗെയിമിങ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. പക്ഷേ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ആ ഒരു സ്ക്രീൻ സൈസും അതുപോലെ തന്നെ ബാറ്ററിയാണ്. സോ ബാറ്ററിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എങ്ങനെയുണ്ട് ബാക്കപ്പും കാര്യങ്ങളെന്നൊക്കെ. സോ പെർഫോമൻസിൻ്റെ ഒന്നും ഒരു കുറവില്ല. ഇപ്പോൾ നോർമൽ യൂസേജ് ആണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോൺ തരും. iOS 17 ലേറ്റസ്റ്റ് വേർഷൻ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്
പെർഫെക്റ്റ് ആണ് ഈ ഒരു iPhone 13 mini. ഫൈനലി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 2438 mAh ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത്. 20 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്, അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നല്ല രീതിക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബാറ്ററിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ഈ ഒരു ഫോണിലെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡ് എന്ന് പറയുന്നത്. 6 hours മാക്സിമം ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാനായിട്ട് പോകില്ല. കാരണം നിങ്ങൾക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഗെയിമും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു 2024 ആരൊക്കെ ഈ ഒരു iPhone 13 mini എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു നോർമൽ യൂസർ ജസ്റ്റ് ഫോൺ കോൾസ് ചെയ്യാൻ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് നോക്കാൻ, അല്ലെങ്കിൽ വീഡിയോസ് കാണാൻ, മൂവീസ് കാണാൻ, ഇങ്ങനെയുള്ളൊരു യൂസൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം അതിനുള്ള ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അതല്ല നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാതിരിക്കുക. കാരണം ബാറ്ററി ബാക്കപ്പ് ഒരിക്കലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കാരണം ചെറിയൊരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് iPhone 13 mini കുറിച്ച് പറയാനുള്ളത്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിന് മികച്ചൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോട്ട്.